മലബാർ മേഖലയിലേക്ക്, തെക്കൻ മേഖലയിലുണ്ടായിരുന്ന എല്ലാ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മലബാർ മേഖലയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അവർക്ക് ഇത് നല്ലൊരു കൊയ്ത്ത് കാലമായി അല്ലെങ്കിൽ കൊയ്ത്തായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ 2 അപകടങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു ചർച്ച പോലും, ഈ ചർച്ച നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ പോലും കുറച്ചൊരു A+ കുറഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ തുടങ്ങിയ ആശങ്കകൾ, ഇപ്പോഴേ തുടങ്ങിയ അവർക്ക് മാനസികമായ പ്രയാസങ്ങൾ. അപ്പോൾ അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് എന്തിനാണ് ഈ നിലക്കൊരു പ്രായമോ പക്വതയൊക്കെ ആവാത്തൊരു കുട്ടികളെ തള്ളിവിടുന്നത് എന്നുള്ളത് അധികാരികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ SSLC റിസൾട്ടുകൾ പുറത്തു വരുമ്പോഴും ഉണ്ടാകുന്ന ചില ചർച്ചകളുണ്ട്. +1 കുട്ടികൾക്ക് സീറ്റുകൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ അങ്ങനെ ഇവിടെ ഇങ്ങനെ, ഇത്തരത്തിലുള്ള ഒരു ചർച്ച വ്യാപകമായി നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാ വർഷവുമുള്ള ചർച്ചയാണ്. അതത് സർക്കാരുകൾ ആ വിഷയം ആ സന്ദർഭത്തിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അങ്ങ് തീർത്ത് കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. എന്തുകൊണ്ടാണ് അമീദ് മാഷേ എല്ലാ വർഷവും ഇങ്ങനെ ഒരു ചർച്ച ഇങ്ങനെ പൊങ്ങി വരുന്നത്? എന്തുകൊണ്ട് ഈ ചർച്ച ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു? ഇത് ആരെങ്കിലും നിർബന്ധപൂർവം ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. ഒരുപക്ഷെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനൊരു കാര്യം പറയാം. കഴിഞ്ഞൊരു 5-8 വർഷത്തെ, ഒരു 6-7 വർഷത്തെയെങ്കിലും ഒരു വാർത്ത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൽ വെറുതെ അടിച്ചു കൊടുക്കുകയാണ് +1 സീറ്റ് ക്രൈസിസ് ഇൻ മലബാർ എന്ന് അടിച്ചു കൊടുത്തു നിൽക്കുക. അപ്പോൾ നമുക്ക് കാണാം 2018 ന്യൂസ്, 19 ന്യൂസ്, 20 ന്യൂസ്, ഇങ്ങനെ കാണാം. അപ്പോൾ 2019 ന്യൂസ്, അതിൻ്റെ ടൈറ്റിൽ എന്താ വെച്ചാൽ കണ്ടിന്യൂയിങ് വോസ് ഓഫ് മലബാർസ് എഡ്യൂക്കേഷൻ സീൻ എന്നാണ്. തുടരുന്ന മലബാറിലെ വിദ്യാഭ്യാസ രംഗത്ത് തുടരുന്ന കണ്ണീർന്നോ വേദനാന്നോ വിഷമെന്നോ, ഇത് 2019. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ മലപ്പുറത്ത് 78,335 കുട്ടികൾ പാസ്സായിട്ടുണ്ട്, എന്നാൽ 52,775 സീറ്റേ ഉള്ളൂ. ഇത് 2019 ഉള്ള വാർത്തയാണ്. അതെ. ഇനി നമ്മൾ 2024 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച ഒരു ന്യൂസ്. ആ ന്യൂസിൻ്റെ ടൈറ്റിൽ എന്താ വെച്ചാൽ ലോവറിങ് ദി എഡു ബാർ ഫോർ മലബാർ എന്ന. ആ ടൈറ്റിൽ ഒരു തരം കോൺട്രവേഴ്സിയുള്ള ടൈറ്റിലാണ്. ലോവറിങ്, ആരോ ബോധപൂർവം അങ്ങനെ പിടിച്ചു താഴ്ത്തുന്നു എന്ന രൂപത്തിൽ തന്നെയാണ്. പക്ഷേ ആ ടൈറ്റിലിനൊരു പ്രസക്തിയുണ്ട്. കാരണം 7 വർഷമായിട്ട് അല്ലെങ്കിൽ 6 വർഷമായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയി പരിഹരിക്കപ്പെടാതെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. അതിനകത്ത് നമ്മൾ വീണ്ടും കാണുന്ന എന്താണ്, ആ വാർത്തയിൽ പറഞ്ഞ മലബാറിൽ എന്ത് ചെയ്യുന്നു, 40,000-ഓളം കുട്ടികൾ പുറത്ത് നിൽക്കേണ്ടി വരും. അതിൽ തന്നെ 20,000-ഓളം കുട്ടികൾ മലപ്പുറം ജില്ലയിൽ ആയിരിക്കും. അപ്പോൾ നമ്മളിതിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യക്തമായൊരു ചിത്രം സർക്കാരിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ ഇത് പരിഹരിക്കേണ്ടവരാരാണോ അവരുടെ മുൻപിൽ എല്ലാ വർഷവും നിരന്തരമായി പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്, ഉന്നയിക്കപ്പെടുന്നുണ്ട്, പല രൂപത്തിൽ പ്രക്ഷോഭങ്ങളിലേക്ക് അത് പോകുന്നുണ്ട്. കുട്ടികളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയമായ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് ഒരിക്കലും ഇത് പോകുന്നില്ല. അപ്പോൾ ഈ ഓട്ടങ്ങനെ അടയ്ക്കുന്ന ഒരു പരിപാടി മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണുന്നത് എന്താണ്, 79,676 കുട്ടികൾ പാസ്സായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ. അതെ. അതിലെന്താണ് 60,000 സീറ്റുകളെ ഉള്ളൂ. അപ്പോൾ അത് ഏത് വർഷത്തെയാണ്, 24. അപ്പോൾ അതിലും കാണുന്ന എന്താണ്, നേരത്തെ പറഞ്ഞ അതേപോലെ ഒരു 20,000 സീറ്റിൻ്റെ ഗ്യാപ്പ് ഇവിടെ കിടക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇത്രമാത്രം രൂക്ഷമായൊരു പ്രതിസന്ധിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്തുകൊണ്ടൊരു പരിഹാരത്തിലേക്ക് പോകുന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകൾ മറ്റേതിൻ്റെയൊക്കെ കൂടെ കൂട്ടിയാലും പിന്നെയും 8,700 സീറ്റ് എന്ത് ചെയ്യും വേണ്ടി വരുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിന് കണ്ട പരിഹാരം എന്തായിരുന്നു, ബാച്ച് സൈസ് കൂട്ടുക, അഡീഷണലായിട്ട് എന്ത് ചെയ്യുക സീറ്റ്. അതൊരു ആലോചിച്ച് നോക്കുക, എത്രമാത്രം അശാസ്ത്രീയമായ, എത്രമാത്രം നമ്മളൊക്കെ പറയുന്ന വിദ്യാർത്ഥി വിരുദ്ധമായ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടിനോട് തന്നെ ഏറ്റുമുട്ടുന്ന രൂപത്തിലുള്ള ഒരാശയമാണ്.
കാരണം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു അന്തരീക്ഷം ക്ലാസ് മുറിയിൽ ഉണ്ടാകണം. അധ്യാപകന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് മുറിയാകണം. ഏതെങ്കിലും നിലയിൽ കുട്ടികളെ ഒന്ന് നിർത്തിയിട്ടൊരു ആക്ടിവിറ്റി ചെയ്യാൻ ഈ 60ഉം 65ഉം കുട്ടികളുടെ അടുത്ത് പറ്റില്ല. മാത്രമല്ല അധ്യാപകൻ തൻ്റെ കടമ കഴിക്കുന്നത് പോലെ കഴിച്ചു പോകേണ്ടി വരും. ഇനി ഇതിൻ്റെ പുറമെ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും ഇവിടെ പെർമനൻ്റായ അധ്യാപകർ ഇല്ലാതിരിക്കുകയും താൽക്കാലിക അധ്യാപകരെ നിയമിക്കുകയും ചെയ്യും. അവർ തന്നെ അറിയാം എനിക്കെന്താണ് 9 മാസത്തെ സർവീസ് ഇവിടെ ഉള്ളൂ, അല്ലെങ്കിൽ 10 മാസം സർവീസുള്ളൂ, ഇതെങ്ങനെയും തീർത്തിട്ട് ആ മാസത്തെ ശമ്പളം വാങ്ങിക്കുക എന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ശരിക്കും ലഭിക്കേണ്ട ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സപ്പോർട്ട് ലഭിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, മലബാർ മേഖലയിലേക്ക്, തെക്കൻ മേഖലയിലുണ്ടായിരുന്ന എല്ലാ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മലബാർ മേഖലയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ അവർക്ക് ഇത് നല്ലൊരു കൊയ്ത്ത് കാലമായി അല്ലെങ്കിൽ കൊയ്ത്തായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ 2 അപകടങ്ങളുണ്ട്. ഒന്ന്, ഇതിലൂടെ സംഭവിക്കുന്നതാണ്, റെഗുലർ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകാതെ പലരും എന്ത് ചെയ്യുന്നു, ഇപ്പോൾ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് പിന്നെ തുടർ പഠനം എന്ത് ചെയ്യാം. അപ്പോൾ ഇവരും ചെയ്യുന്നത് എന്താണ്, ഈ കുട്ടികൾക്ക് എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കോച്ചിങ് കൊടുക്കുന്നു, ഈ സ്കൂളിലും മറ്റും രജിസ്റ്റർ ചെയ്യുന്നു. ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്കൂളിൻ്റെ രജിസ്ട്രേഷനിൽ എന്താണ് നിർത്തിക്കൊണ്ട് ഈ കുട്ടികൾ പിന്നെ തങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമാക്കുന്നു. ഇതിൽ ഭാരിച്ച സാമ്പത്തിക ചെലവ് കുട്ടികൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കുണ്ട്. തത്തുല്യമായൊരു ബെനിഫിറ്റ് പലപ്പോഴും ഇവർക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ നിലക്കൊക്കെയുള്ള ഒരു വലിയ ഈ പരാധീനത മലബാറിലെ വിദ്യാഭ്യാസ രംഗം, പ്രത്യേകിച്ചും ഈ +1 +2 വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ ആദ്യം അംഗീകരിക്കണം എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് ഇന്നും ഈ ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ ഈ ഇപ്പോൾ പറഞ്ഞാൽ വൊക്കേഷണൽ ഇതുകൾ, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതുപോലെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, പോളിടെക്നിക്കൽ, ITIകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ നമുക്കറിയാം, അതിൽ കുറേ എണ്ണം എയ്ഡഡ് ആയിരിക്കാം, ചിലത് പ്രൈവറ്റ് മേഖലയിലും ആയിരിക്കും. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ബേർഡൻ പാരൻസിൻ്റെ മുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി അവിടെ ഒരു നമ്മൾ ഇത് പറയുമ്പോൾ അറിയേണ്ടത് ഒരു വിവേചനമുണ്ട്. എന്നുവെച്ചാൽ കേരളത്തിൽ മൊത്തത്തിൽ ഈ രംഗത്തുള്ളത് 72,641 സീറ്റാണ് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച്. ഇതിൽ 47,491 സീറ്റും തൃശ്ശൂർ മുതൽ ട്രിവാൻഡ്രം വരെയാണ്. നമുക്കറിയാം അവിടെയൊക്കെ എക്സസ് സീറ്റാണ് ഇതിൽ +1ലും കിടക്കുന്നത്. അതേ ഏരിയയിൽ തന്നെ, അവരോടൊന്നും വിരോധം ഉണ്ടായിട്ട് പറയില്ല, പക്ഷേ ആകെ 25,000 സീറ്റാണ് മലബാർ മേഖലയിൽ. അവിടെയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ സീറ്റ് കിട്ടാതെ നിൽക്കുന്നത്. അപ്പോൾ ഇത് പറയുന്ന സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് മറച്ചു വയ്ക്കുന്നൊരു കാര്യം ആ രംഗത്തും, ഇനിയിപ്പോൾ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ രംഗത്തും അവർക്ക് വിവേചനമുണ്ട് എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യത്തെയും ഈ സമൂഹം അറിയേണ്ടതുണ്ട്. ആ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, ഈ നമ്മുടെ ഇപ്പോൾ സ്കോളർഷിപ്പുകൾ പലതും അതൊക്കെ ഇപ്പോൾ നിർത്തലാക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആത്യന്തിക ഫലം എന്താണ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ് അവരെ പഠനം മുടങ്ങാൻ പോകുന്നത്. പ്രത്യേകിച്ചും അതിനകത്ത് നിലവിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒരുപക്ഷെ നല്ല സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് വീട്ടിലെ അന്തരീക്ഷം അതായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്യൂഷനോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവർ പിന്തള്ളപ്പെടാൻ പോകുന്ന ഒരു വിഭാഗമായിട്ട് മാറുന്നു. ഇതിൻ്റെ ഭാവി എന്താണ് നമുക്കറിയില്ല. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സാമൂഹ്യ വിരുദ്ധ ശക്തികളെല്ലാം ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു പ്രായത്തിലുള്ള, ആ ഏജ് ബാറിലുള്ള യങ്സ്റ്റേഴ്സിനെയാണ്. കാരണം 18 വയസ്സിൻ്റെ താഴെ ഒരു കുട്ടിയെ കൊണ്ട് എന്ത് കുറ്റം ചെയ്യിപ്പിച്ചാലും ഓന് ശിക്ഷയില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് കഞ്ചാവ് വിൽപ്പിക്കാം, അവനെ കൊണ്ട് MDMA വിൽപ്പിക്കാം, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഈ കുട്ടികളെ പിടിക്കലാണ്.
അപ്പോൾ ഇവർക്ക് സ്കൂളിൽ പോകാൻ അവസരമില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മറ്റേ കുട്ടികളുടെ ഒരു ബഞ്ച് ഓഫ് മറ്റേ കുട്ടികൾ പുറത്ത് നിൽക്കേണ്ടി വന്നാൽ ഇവരെ വേവേഡാണ്, അവർക്ക് ലക്ഷ്യമില്ല, അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു തലമുറ സൃഷ്ടിക്കാവുന്ന ഒരു അപകടം മലബാർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഇനി അത് വർദ്ധിക്കും. അപ്പം അതിന് ഇവിടുത്തെ പോലീസും അധികാരികളും നാളെ മലബാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നത് നിലവിലുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് അതിന് പരിഹാരം ആവശ്യമുണ്ട്. പിന്നെ ഈ യഥാർത്ഥ പരിഹാരം എന്താണ്? ശരിക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കേണ്ടതുണ്ട്. കൂടുതൽ ക്ലാസ് മുറികൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. കൂടുതൽ അധ്യാപകരെ നിയമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്തെ എക്സസ് ഉണ്ട് എന്ന് പറയുന്ന റൊട്ടേഷൻ വ്യവസ്ഥയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം തെക്ക് നിന്നുള്ള അധ്യാപകരും ഇപ്പം എന്ത് ചെയ്യുന്നില്ല, തള്ളിവിട്ടാലും വരുന്നില്ല. അപ്പോൾ സർക്കാരിന് ഒരു നിശ്ചയത ഒന്നുപോലും ഞാൻ വായിച്ചു, ഒരു വലിയ ബോർഡ് എന്നുവെച്ചാൽ തുടരും നിശ്ചയദാർഢ്യത്തോടെ വികസനം തോന്നിയിട്ടാണ്. അതേ നിശ്ചയദാർഢ്യം ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് പുതിയ തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാൻ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വികസനത്തിൻ്റെ അടിത്തറ അതാണ്. ഈ തലമുറയില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, ടെക്നോക്രാറ്റ്സ് ഇല്ലാതെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്കോളാസ്റ്റിക് കമ്മ്യൂണിറ്റി ഇല്ലാതെ ഒരിക്കലും വികസനം ഉണ്ടാവില്ല, മുരടിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അവരെ ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള കൃത്യമായ ഒരു പ്ലാനും അതിനു വേണ്ടിയിട്ടുള്ള ഈ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടും മറ്റെന്തും ആയിക്കോട്ടെ, ഇത് ചെയ്യാത്തിടത്തോളം വികസനമെന്ന വാക്ക് അല്ലെങ്കിൽ തുടരുമെന്ന വാക്കൊക്കെ സത്യത്തിലൊരു വെള്ളത്തിലിങ്ങനെ വരയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ CBSE, ICSE അല്ലെങ്കിൽ IGCSE ഒക്കെ പോലുള്ള ബോർഡുകൾ പഠിച്ച കുറച്ച് കുട്ടികളുണ്ട്. ഇവരെ കണക്കിനകത്ത് സാധാരണ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അവർ സാധാരണ നിലയിൽ എങ്ങോട്ടേ പിന്നെ പോകുള്ളൂ, പിന്നെ CBSEയിലേക്ക് പോകണം. കാരണം മറ്റേതൊന്നും തുടരാണ്ട് അധികം സാധ്യതകൾ ഇവിടെ ഇല്ല. കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാം കൂടെ ഈ ഒരേ കുളത്തിലേക്കാണ് ചാടേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ നീന്തിയിട്ട് മറ്റവർ എന്ത് ചെയ്യുക, പിടിച്ച് താത്തുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലാതെയാവുകയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ആവശ്യമില്ലാത്തൊരു പ്രക്ഷോഭത്തിലേക്ക് ഈ കുട്ടികളെ തള്ളിവിടുന്നു, ആവശ്യമില്ലാത്തൊരാശങ്കയിലേക്ക് മാതാപിതാക്കളെ തള്ളിവിടുന്നു. കാരണം ഈ സമയത്ത് ശരിക്കും കുട്ടികൾ ചെയ്യേണ്ട എന്താണ്, ഒരു കരിയർ പ്ലാനിങ് നടത്തേണ്ട സമയമാണ്. അങ്ങനത്തെ കോഴ്സുകളെക്കുറിച്ച് ആലോചിക്കേണ്ട, അത്തരത്തിലുള്ള സാധ്യതകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, അങ്ങനത്തെ ഒരുപാട് എക്സ്പോമറ്റൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ സന്ദർശിച്ച് തൻ്റെ ഒരു കരിയർ പ്ലാന് അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇത് രൂപീകരിക്കാൻ സമാധാനപൂർവ്വം കുട്ടികൾക്ക് സമയം കൊടുക്കേണ്ടതാണ്. അതിലൂടെയാണ് ഈ കുട്ടി ശരിക്കും ചൂസ് ചെയ്യേണ്ടത്. ആ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടാകണം. ഇത് ലഭിക്കുന്നതിന് പകരം കുട്ടി ആകെ കൂടെ എന്തെങ്കിലും കിട്ടിയിട്ട് എന്താണ്, ഹ്യൂമാനിറ്റി വെച്ചാൽ ഹ്യൂമാനിറ്റി, അതൊന്നും അല്ലാത്ത പിന്നെ ക്രൂവലിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യുക, ക്രൂവലിറ്റി എന്തെങ്കിലും ഒരു ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം എന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത്തരം ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത് ശരിയല്ല. അത് ഒരു തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണ്. ശരിയായ വികസന കാഴ്ചപ്പാടിൻ്റെ ഒരു അഭാവം അതിനകത്ത് ഉണ്ട്. പിന്നെ ഇതൊരു വിലപേശി നേടേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാടോടെയാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു കൊല്ലമെങ്കിലും, ഈ ഒരു വർഷപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ, ഒരു ധാരണയോടെ കൃത്യമായിട്ട് എന്താണ് സർക്കാരിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ വെച്ചാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു മൊണോപ്പൊളിയാണ്. അതെ, ഇതിലെന്താ വെച്ചാൽ സ്വതന്ത്രമായൊരു തീരുമാനമെടുക്കാൻ, സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആർക്കും പറ്റൂല. രജിസ്റ്റർ ചെയ്തൊരു വിദ്യാർത്ഥിക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്നാൽ വിദ്യാഭ്യാസ രംഗം എന്താണ്, സ്വതന്ത്രമാക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യട്ടെ, എല്ലാതും പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് അത് വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യട്ടെ, പ്രൈവറ്റ് മേഖലയ്ക്ക് എക്സാം കണ്ടക്ട് ചെയ്യാനും ഒക്കെയുള്ള ഇത് കൊടുക്കട്ടെ, സ്വാതന്ത്ര്യം കൊടുക്കട്ടെ. എന്നിട്ട് അവർ ചൂസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് രണ്ടുമല്ലാതെ ഒരു ഭാഗത്ത് ഇതിനെ പിടിച്ചു വെക്കുകയും വേറൊരു ഭാഗത്ത് അതിൻ്റെ സാധ്യതകൾക്ക് തുല്യമായ രീതിയിലുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരവകാശ നിഷേധമാണ്, അനീതിയാണ്. അതിലെന്തായാലും അത് കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. ചർച്ച വെറുതെ സംഭവിക്കുന്നതല്ല.
ഓരോ സാഹചര്യത്തിലും അതത് കാലത്തിലെ വിദ്യാർത്ഥികളോടുള്ള ഒരു ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഈ ചർച്ചകൾ ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് സംസാരത്തിന് ബോധ്യപ്പെടുന്നത്. ഷമീൽ, എന്താണ് അതിലേക്ക് ഇനി കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്ന ഭാഗം? പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു ഭാവിയിലേക്കുള്ളൊരു ചവിട്ടുപടിയായിട്ടാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അവരത് കഴിഞ്ഞാൽ ഏത് സ്ട്രീമിലേക്ക് പോകണം, ഏത് ഭാഗത്തേക്ക് തിരിയണം എന്നൊക്കെ അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു ബേസായി നിലകൊള്ളുന്ന ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മിസ്സാകുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു കരിയറിൻ്റെ ദിശയും കാര്യങ്ങളൊക്കെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കത് കൃത്യമായി ഈ സമയത്ത് പ്ലാൻ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ ഒരു ചർച്ച പോലും, ഈ ചർച്ച നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ പോലും കുറച്ചൊരു A+ കുറഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ തുടങ്ങിയ ആശങ്കകൾ, ഇപ്പോഴേ തുടങ്ങിയ അവർക്ക് മാനസികമായ പ്രയാസങ്ങൾ. അപ്പോൾ അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് എന്തിനാണ് ഈ നിലക്കൊരു പ്രായമോ പക്വതയൊക്കെ ആവാത്തൊരു കുട്ടികളെ തള്ളിവിടുന്നത് എന്നുള്ളത് അധികാരികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഇവിടെ ഒരു വിദ്യാഭ്യാസ വകുപ്പുണ്ട്, ഇവിടെ ഒരു മന്ത്രിസഭയും സർക്കാരും ഒക്കെ ഉണ്ട്, ഓരോ കാലങ്ങളിലുമുണ്ട്. ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂയിങ് ആയി ഒരേ വിഷയം എല്ലാ വർഷവും നിശ്ചിതമായ സമയത്തിന് പോലും മാറ്റില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇതിങ്ങനെ ആവർത്തിച്ച് വരുമെന്ന് ഉറപ്പുള്ളൊരു വസ്തുതയെ, ഒരു കാര്യത്തെ നേരത്തെ ചർച്ചയ്ക്കെടുത്ത് അതിനുള്ള പരിഹാരങ്ങൾ നേരത്തെ കണ്ട് ഇനി കുറേ പ്രക്ഷോഭങ്ങളും കുറേ പ്രതിഷേധങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ ചർച്ചയാവാം, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോകാം, അല്ലെങ്കിൽ താൽക്കാലികമായ പരിഹാരങ്ങൾ കൊണ്ടുവരുന്നതിനപ്പുറത്ത് എല്ലാ വർഷവും ഇത്രയധികം വർഷങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന് ഇവിടെയുള്ള സിസ്റ്റത്തിന് എന്തുകൊണ്ടൊരു ശാശ്വതമായ ഒരു നയം രൂപീകരിച്ചുകൂടാ? എന്തുകൊണ്ട് കൃത്യമായൊരു രീതി അതിനെ സ്വീകരിച്ചുകൂടാ? ഇങ്ങനെയൊക്കെ കുറവുള്ളിടത്ത് ഇങ്ങനെയൊക്കെ സ്വീകരിക്കാം, ഇതാണ് അതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്നിടത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ചർച്ചകളോ ഈ അനാവശ്യമായ ഈ ആവലാതികളൊന്നും വേണ്ടതില്ലല്ലോ. അപ്പോൾ ആ നിലക്ക് തീർച്ചയായും സർക്കാർ ആ നിലക്ക് തന്നെ കാണണം. നേരത്തെ പറഞ്ഞ പോലെ ആ സാമൂഹിക പ്രത്യാഘാതം എന്നുള്ളത് വളരെ ആഴത്തിൽ, സാധാരണ നമ്മളൊരു സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസപരമായിട്ട് മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. അതിനപ്പുറത്ത് സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ നോക്കിക്കാണണം. പൊതുവെ മുസ്ലിം സമൂഹത്തെയും അല്ലെങ്കിൽ മലബാർ പ്രദേശത്തുള്ള ആളുകളൊക്കെ അവർക്ക് ലഭിക്കേണ്ട ഒരു അവകാശത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ സമരമോ പ്രക്ഷോഭമോ ഒക്കെ നടത്തി എന്നിട്ടത് കൊടുക്കണം എന്നുള്ള ഒരു നിലപാട് പലപ്പോഴും ഉണ്ടോ എന്നുള്ള ചർച്ച പല വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് തുടർച്ചയായി സംഭവിക്കുന്ന ഈ ഒരു നീതി നിഷേധത്തിനെതിരെ ശക്തമായൊരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം.